വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഏട്ടൻ്റെ കൂടെ ചാടി ഓടി കയറാൻ വേണ്ടി പോകാൻ കേട്ടോ വണ്ടിയിൽ. ഞാനും വേറെ ഒന്നും അല്ല കേട്ടോ, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഡാൻസിനൊക്കെ വാടകയ്ക്ക് ഡ്രസ്സ് എടുത്തിരുന്നല്ലോ. അപ്പോൾ അത് രാവിലെ കൊണ്ട് കൊടുക്കണം കേട്ടോ. രാവിലെ കൊണ്ട് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഒരു ദിവസത്തെ വാടകയും കൂടെ കൂട്ടി കൊടുക്കേണ്ടി വരും. എന്തിനാ വെറുതെ റിസ്ക് എടുത്ത് പണം കളയുന്നത് എന്ന് വിചാരിച്ചിട്ട് വേഗം ഡ്രസ്സെല്ലാം കൊടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഏട്ടൻ്റെ കൂടെ ആകുമ്പോൾ നമുക്ക് അവിടെ ഇറങ്ങാമല്ലോ, അങ്ങനെ പോകുക. അല്ലെങ്കിൽ പിന്നെ ബസ്സിൽ ഓട്ടോയിലൊക്കെ വിളിച്ച് പോകണം. അപ്പോൾ ഞാനും ഏട്ടനും മാത്രം പോകാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ അപ്പോഴത്തേക്കും ഞങ്ങൾ ഒരുങ്ങിയതുണ്ടപ്പോൾ നമ്മുടെ കുഞ്ഞുണ്ണി ചാടി ഓടി വണ്ടി കയറിയിട്ട് പിന്നെ അവൻ ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അവനും കൂട്ടാണ്ട് വേറെ രക്ഷ ഉണ്ടായില്ല കേട്ടോ. പിന്നെ മുത്തമ്മയുടെ എത്തിയപ്പോഴേക്ക് സിദ്ധു ഒക്കെ കൽപ്പറ്റയിലേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അവർക്കും കൽപ്പറ്റയിലേക്ക് വരണം, കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് വാങ്ങാണ്ട്. അപ്പോൾ ശരണേച്ചിക്ക് ഓഫീസിൽ പോകാൻ ടൈമായി. അപ്പോൾ ശരണേച്ചിയും വണ്ടിയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ശരണേച്ചിനെ ഓഫീസിലിറക്കി ഏട്ടൻ ഞങ്ങളതേ ഇവിടെ വാടകയ്ക്ക് ഡ്രസ്സ് വാങ്ങുന്ന അവിടെ നിർത്തിയിട്ട് ഏട്ടനും ഓഫീസിലേക്ക് പോയിട്ടോ. ഇവിടെ ഞാനും വോൾഗേച്ചും സിദ്ധും കുഞ്ഞുമാണുള്ളത്. അപ്പോൾ സിദ്ധുയുടെ മുടിയെല്ലാം വെട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ അതിനാണ് വോൾഗേച്ചൊക്കെ വന്നിട്ടുണ്ടായത്. അപ്പോൾ ഞങ്ങളിവിടെ ഡ്രസ്സെല്ലാം കൊടുത്തിട്ട് നേരെ നടക്കണം കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്, കാരണം കുഞ്ഞുങ്ങൾക്ക് ഇനി സ്നാക്സൊക്കെ കൊടുക്കണം. അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്നാക്സൊക്കെ കിട്ടുന്നവിടേക്ക് പോവാണേ. അങ്ങനെ ശരണേച്ചി വോൾഗേച്ചിൻ്റെ അടുത്താണ് കേട്ടോ കുഞ്ഞുള്ളത്. എനിക്കങ്ങനെ എടുത്ത് നടക്കാൻ പറ്റാത്തതുകൊണ്ട് വോൾഗേച്ചാണ് എടുത്തിട്ടുള്ളത്. ഞാൻ അങ്ങനെ സിദ്ധുവിനോട് കഥയൊക്കെ പറഞ്ഞ് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. വെയിലടിച്ചുകൊണ്ട് അവന് ശരിക്കും ക്യാമറയിലേക്ക് നോക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ കുറേ കഥയൊക്കെ പറഞ്ഞ് അങ്ങനെ നടക്കണം കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റാൻഡിലേക്ക് പോയത് കേട്ടോ. കൽപ്പറ്റ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഉള്ള ഒരു ബേക്കറിയിലേക്കാണ് കയറിയത്. ഇവിടെ നല്ല എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് വോൾഗേച്ചി എനിക്ക് കാണിച്ചു തന്നൊരു കടയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ കയറുന്നത്. വന്ന് നോക്കിയപ്പോൾ എല്ലാ തരം സ്നാക്സ് ഐറ്റംസും ഉണ്ട്. ഒക്കെ നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ. അപ്പൂന് ഇഷ്ടപ്പെടുന്നതിനെക്കാട്ടി കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റമായിരുന്നു ഇവിടെ കൂടുതലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഒരു 2, 3, 4 ഐറ്റം 5 ഐറ്റം ഞാൻ എടുത്തിട്ടുണ്ട്. 4 ഐറ്റം തോന്നുന്നു ഞാനെടുത്തത്. 4, 5 ഐറ്റം ഞാനെടുത്ത് വോൾഗേച്ചു ഒരു 5, 6 ഐറ്റം വോൾഗേച്ചു എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ട സ്നാക്സ് ഒക്കെ എടുത്തു. അവിടുന്ന് സെറ്റായി. ഇനി അടുത്ത് നേരെ പോകുന്ന നെസ്റ്റോയിലേക്കാണ് കേട്ടോ. നെസ്റ്റോയിലേക്ക് പോകുന്ന വേറെ ഒന്നിനുമല്ല, നമ്മുടെ സിദ്ധുന് മുടി മുറിക്കാനുണ്ട്. ഞാനും വോൾഗേച്ചും കുറേ മിക്സറും നുറുക്കും അങ്ങനത്തെ കുറേ സാധനങ്ങൾ എടുത്തിട്ടിട്ടോ. അപ്പോൾ ഇവിടെ സിദ്ധും കുഞ്ഞുണ്ണിയാണെങ്കിൽ ഒരേ കഥ പറച്ചിലൊക്കെയാണ്. സ്നാക്സൊക്കെ വാങ്ങുന്നുണ്ട്, നമുക്ക് വീട്ടിൽ പോയി കഴിക്കാമെന്നൊക്കെയാണ് സിദ്ധു പറയുന്നത്. അങ്ങനെ ആ കുഞ്ഞുണ്ണിനെ പിടിച്ച് അടങ്ങിയിരിക്കുകയാണ് കേട്ടോ സിദ്ധു. കുഞ്ഞുവാണെങ്കിൽ ഭയങ്കര ബഹളമായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലൊക്കെ ആയിരുന്നു. ഒരു ദിവസം സിദ്ധു അവിടെ കുഞ്ഞിനെ പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നേരെ ഇറങ്ങി നമ്മൾ നെസ്റ്റോയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നെസ്റ്റോ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ സിദ്ധുവിന് സന്തോഷം കൊണ്ട് നിൽക്കാനിരിക്കാനും വേട്ടോ. അവന് ഓടലും ചടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നേരെ പോയിട്ട് ഇവിടെയുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും അവനറിയട്ടെ. നേരെ പോയിട്ട് നമ്മുടെ ലിഫ്റ്റൊക്കെ അവൻ ഓപ്പൺ ചെയ്തു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കയറി. പിന്നെ മുകളിലോട്ട് പോയി. മുകളിലെത്തിയത് അവിടെ ആരും അങ്ങനെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല, കാരണം ഞങ്ങൾ നേരത്തെ ആയിരുന്നു കേട്ടോ. നേരത്തെ ആയിരുന്നു വന്നത്. കാരണം ഏട്ടനൊരു 9 മണി 9:15 ഓഫീസിലേക്ക് പോകുമല്ലോ. ആ ഒരു ടൈമിലാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. ഞങ്ങൾ ഒരുങ്ങി പോകുമ്പോഴത്തേക്കും അവിടെ വോൾഗേച്ചിയും ശരണേച്ചി അതുപോലെ സിദ്ധു എല്ലാവരും സെറ്റായി ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് വന്നു. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഒരു കടയും ഷോപ്പൊന്നും ഓപ്പൺ ആയിട്ടില്ല. പിന്നെ സിദ്ധുയുടെ ഹെയർ കട്ട് ചെയ്യുന്ന ഷോപ്പ് ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യണേ. 10-11 മണിയാവും തുറക്കാമെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ കുഞ്ഞുങ്ങൾ ഇവിടെ ഭയങ്കര കളിയൊക്കെ ആയിരുന്നു. സിദ്ധും കുഞ്ഞും കൂടെ അങ്ങോട്ടോടലും ഇങ്ങോട്ടോടലൊക്കെ ആയിരുന്നു. കുഞ്ഞിന് കുറച്ച് അലമ്പൊക്കെ കളിച്ചപ്പോൾ വോൾഗേച്ചൊരു മുട്ടായൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം താഴേക്കൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ നോക്കിയെങ്കിലും ഞങ്ങളൊന്നും വാങ്ങിയില്ല കേട്ടോ. വെറുതെ ഇവിടെ തന്നെ ഇരിക്കുമ്പോൾ ഇവരിങ്ങനെ അലമ്പ് കളിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. കുഞ്ഞു കണ്ടില്ല കോലുമുട്ടയിൽ തിന്നുകൊണ്ട് വോൾഗേച്ചിയുടെ പുറകെ ഓടുകയാണ്. അങ്ങനെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ നമ്മളിവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ, ഹെയർ കട്ട് ചെയ്യുന്നവിടെ. അപ്പോൾ ആ ചേച്ചിനോട് ചോദിച്ചു എത്ര മണിക്ക് ഓപ്പൺ ആവുമെന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു 11 മണിയാവുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വീണ്ടും താഴേക്ക് പോയിട്ട് അവിടെ പോയിട്ട് കുറച്ച് സോപ്പ് പൊടി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, പേസ്റ്റ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്കുള്ളത് വാങ്ങാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെ സമയമുള്ളതുകൊണ്ട് തന്നെ കൈയോടെ തന്നെ അവിടുന്ന് വാങ്ങി. പിന്നെ നമുക്ക് വണ്ടി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിവിടുന്ന് ബസ്സിനോ ഓട്ടോയിലേക്കോ ആയിരിക്കും പോവുക. അപ്പോൾ കാറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങി കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ച് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എന്തായാലും സമയമുണ്ട്, വെറുതെ ഇവിടെ നിൽക്കേണ്ടത് വെച്ചിട്ട് പോയി താഴെ പോയി നോക്കിയപ്പോൾ സോപ്പും പൊടിയും അതുപോലെ തന്നെ പേസ്റ്റൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു വാങ്ങി. പിന്നെ എന്താണ് നമ്മുടെ ഗുഡ് നൈറ്റ് ഇല്ലേ, ആ ഒരു ലിക്വിഡും കൂടെ വാങ്ങി. ഗുഡ് നൈറ്റിൻ്റെ അല്ല, വേറെ ഏതോ ഒന്ന് വാങ്ങിയത് കേട്ടോ. അങ്ങനെ ഇവിടെ വന്ന് സിദ്ധുവിൻ്റെ അവിടെ വന്നിരിക്കുകയാണ്, മുത്തമ്മൻ്റെ അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ഓട്ടോ വിളിച്ചിട്ട് പോകണം. ഇവിടെ വന്നപ്പോഴത്തേക്കും നല്ല മഴയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പാറും കുഞ്ഞും സിദ്ധുവും കൂടെ നല്ല കളിയിലാണ് കേട്ടോ. അങ്ങനെ ഇവിടുന്ന് കുഞ്ഞിന് ചോറെല്ലാം കൊടുത്തു. മഴ കണ്ടില്ല, നല്ലോണം മഴയൊക്കെ പെയ്തൊന്ന് തുറന്നെന്ന് കണ്ടപ്പോൾ ഞാൻ ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുത്തത് ഓട്ടോ വന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. വീട്ടിലെത്തിയപ്പോഴത്തേക്കും നമ്മുടെ അപ്പന് ഭയങ്കര ഹാപ്പിയിലാണ്, എന്തൊക്കെ കൊണ്ടുവന്നെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയിൽ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അവന് കവറെല്ലാം തുറന്ന് നോക്കിയപ്പം ആദ്യം ബാഗ് തപ്പുന്ന മിഠായി വല്ലതും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ബാഗിൽ മിഠായി ഒന്നുമില്ല, സ്നാക്സ് ആണെന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ ബാഗൊക്കെ കഷ്ടപ്പെട്ട് തുറക്കുന്നുണ്ടപ്പോൾ അവന് പറ്റാത്തത് കണ്ടപ്പോൾ ഞാൻ തുറന്നു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സ്നാക്സ് ഞാൻ ബാഗിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് അവൻ പുറത്തോട്ടെടുത്തിട്ട് ഞാൻ സന്തോഷം കണ്ടപ്പോൾ വിചാരിച്ചു അവന് സ്നാക്സ് കാണുമ്പോൾ നല്ല ഹാപ്പിയായിരുന്നു. പക്ഷേ സ്നാക്സ് കണ്ടപ്പോൾ അവന് ഒട്ടും ഹാപ്പി അല്ലായിരുന്നു കേട്ടോ. ഇതൊന്നും എനിക്ക് തിന്നാൻ പറ്റില്ല, ഇതൊന്നും എൻ്റെ പല്ലും കൊണ്ട് കടിക്കാൻ പറ്റില്ല, അമ്മ എന്താ ഇതൊക്കെ വാങ്ങി, എനിക്കിതൊന്നും വേണ്ടാന്നായിരുന്നു അവൻ പറഞ്ഞത് കേട്ടോ. നമ്മൾ പ്രതീക്ഷിച്ചതൊന്നും നടന്നത് വേറൊന്നായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ കുഞ്ഞിന് ഇതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഈ നുറുക്ക് അങ്ങനത്തെ ഐറ്റംസൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കപ്പ വറുത്തത്, അതുപോലെ തന്നെ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു ലൈസിൻ്റെ പോലത്തെ ഒരു സംഭവം,
അപ്പോൾ ഓരോന്നോരോന്നും ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അവൻ്റെ മുഖം വാടിക്കൊണ്ടിരിക്കുകയുണ്ട്. അയ്യോ ഇതാണോ ഇതാണോ എന്ന് ചോദിച്ചിട്ട് പിന്നെ അവൻ ഏറ്റവും കൂടുതൽ അതിൽ കൊണ്ടുവന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അത് ആ ഒരു കേക്കില്ലേ അത് മാത്രമാണ് അവൻ മാറ്റി വെക്കുന്നുണ്ടില്ലേ അത് മാത്രമാണ് കേട്ടോ. ബാക്കിയൊക്കെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു അവനോട് വെച്ചുകൊണ്ടിരുന്നത്. എല്ലാം ചെക്ക് ചെയ്ത് നോക്കണ്ട. അപ്പോൾ ഇതൊന്നും അവൻ കഴിക്കില്ല കണ്ടില്ലേ. അതിനോടൊന്നും താല്പര്യം കാട്ടാതെ കുഞ്ഞുവാണെങ്കിൽ അപ്പുണ്ണി മാറ്റി വെച്ചതും കൂടെ അവന് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ അപ്പൂൻ്റെ മോൻ കണ്ടില്ലേ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് പണിയാണ് അമ്മയെ കാട്ടിയത്, ആകെ എനിക്ക് ഇതാണോ വാങ്ങിക്കൊണ്ടത്, എൻ്റെ പല്ലും കൊണ്ട് വേറെ ഒന്നും കടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ എന്ത് ചെയ്യാനാ പിന്നെ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ അവന് വാങ്ങിക്കൊടുക്കുക. പിന്നെ ഇതൊക്കെ അവൻ കഴിച്ചുകൊണ്ടിരുന്നതാണ്. എന്താണ് പെട്ടെന്ന് ഇങ്ങനെ മനംമാറ്റം സംഭവിച്ചെന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ എന്നെ കുറേ ചീത്തയൊക്കെ പറഞ്ഞു. അമ്മ എന്താ അങ്ങനെ ചെയ്തൊക്കെ കുഞ്ഞിന് ഇഷ്ടമുള്ള വാങ്ങി എനിക്ക് ഇഷ്ടമുള്ളൊന്നും വാങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞു. സംഭവം അപ്പുണ്ണിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ലേസിൻ്റെ അതായത് ടൊമാറ്റോ സോസിൻ്റെ ഫ്ലേവറുള്ള ആ ഒരു ബിസ്ക്കറ്റും പൊട്ടറ്റോ ബിസ്ക്കറ്റും പിന്നെ എന്തെന്നാ ഒരു ലേസിൻ്റെ ഒരു ടൈപ്പ് ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. അതിനൊക്കെ നമ്മൾ ടൊമാറ്റോ സോസിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അവൻ്റെ സ്വഭാവമല്ല മാറി. ഇതൊക്കെ എന്തിനാ വാങ്ങി, എനിക്ക് പല്ലും കൊണ്ടൊന്നും കടിക്കാൻ പറ്റില്ല എന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ ചീറ്റിപ്പോയി. ഞാൻ കൊണ്ടുവന്ന സർപ്രൈസൊക്കെ പാളിപ്പോയി കേട്ടോ. കുഞ്ഞാണെങ്കിൽ എൻ്റെ പുറകെ ഒരു കവറും തൂക്കി നടക്കണം. ഇതൊന്ന് പൊട്ടിച്ച് തരുമോ അമ്മ, ഇതൊന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ വിശേഷമൊക്കെ ഇത്ര കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഇതാണ് നമ്മൾ ഫസ്റ്റ് ടൈം വാങ്ങി നോക്കിയത്. കൊതുകിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി വാങ്ങിയൊരു സംഭവമാണ്. ഇത് നല്ലതാണ്, കുഞ്ഞുങ്ങളുള്ളവർക്ക് നല്ലോണം ഉപയോഗിക്കാമെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. ഇനി എന്താണെന്നൊന്നും നമുക്കറിയില്ല. പിന്നെ പേസ്റ്റ് വാങ്ങി. പിന്നെ അതേ മൂത്തമ്മ 2 കൂടി ചായപ്പൊടി വന്നു അവിടെ പോയപ്പം. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയതല്ല, മൂത്തമ്മ തന്നാണ് കേട്ടോ. അവരവിടെ വാങ്ങിയതായിരുന്നേ. അങ്ങനെ അതേ സാധനങ്ങളൊക്കെ അത്യാവശ്യം. പിന്നെ സോപ്പ് പൊടി വാങ്ങിയിരുന്നു കേട്ടോ. അതൊരു 5 കിലോൻ്റെ 3 കിലോൻ്റെ സോപ്പ് പൊടി ആയിട്ടായിരുന്നു. പിന്നെ പച്ചക്കറി എല്ലാം ഒതുക്കി വെച്ചു. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.